കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ നമ്മുടെ പോക്കറ്റ് മുൻപെങ്ങുമില്ലാത്ത വിധം ചോരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യാത്രാ ചെലവുകൾ ഉയരുന്നു, വീട്ടു ബജറ്റുകൾ താളം തെറ്റുന്നു. ഇതൊരു സാധാരണ വില വർധനവാണെന്ന് കരുതി തള്ളി പറയാൻ വരട്ടെ, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആഗോള ഇന്ധന പ്രതിസന്ധിയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആഗോളതലത്തിൽ പെട്രോൾ വിലയിലുണ്ടായ ഏറ്റവും വലിയ വർധനവുകളുടെ കണക്കെടുത്താൽ ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മ്യാൻമറാണ്. ഫെബ്രുവരി 23-ന് മ്യാൻമറിൽ ലിറ്ററിന് $0.77 ആയിരുന്ന പെട്രോൾ വില ഓഗസ്റ്റ് പകുതിയോടെ $1.20 കുതിച്ചുയർന്നു. അതായത് 55.5% വർധനവ്. തൊട്ടു പിന്നാലെ ഭൂട്ടാനിൽ 55%, ക്യൂബയിൽ 50.5%, UAEയിൽ 49.8%, നൈജീരിയയിൽ 48.1% എന്നിങ്ങനെയാണ് പെട്രോൾ വില ഉയർന്നത്. വൻകിട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായ UAEയിലും നൈജീരിയയിലും പോലും ജനങ്ങൾക്ക് നൽകിയിരുന്ന സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാരുകൾ നിർബന്ധിതരായി. ഇവയ്ക്ക് പുറമെ റുവാണ്ട, പനാമ, കസാഖിസ്ഥാൻ, പരഗ്വേ, സിറിയ എന്നീ രാജ്യങ്ങളും ഏറ്റവും ഉയർന്ന വിലക്കയറ്റം നേരിട്ട ആദ്യ 10 രാജ്യങ്ങളുടെ പട്ടികയിലുണ്ട്. ലോകത്തെ വൻകിട ശക്തികളുടെ കണക്കിലേക്ക് വന്നാൽ അമേരിക്കയിൽ വിപണിയിലെ ശരാശരി ഇന്ധനവില ലിറ്ററിന് $0.77 നിന്ന് $1.17 ഉയർന്നു. അതായത് ഗ്യാലന് $3.29 നിന്ന് $4.42 34% വില വർധനവ്. അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളിൽ ഇത് 39% വരെ ഉയർന്നിട്ടുമുണ്ട്. ഇനി ഈ വിലക്കയറ്റം നമ്മുടെ ഡ്രൈവിംഗ് റേഞ്ചിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന്, യുദ്ധത്തിന് മുൻപ് അമേരിക്കയിൽ ഒരു കുടുംബം $50 ഇന്ധനം അടിച്ചാൽ അവർക്ക് തങ്ങളുടെ സെഡാൻ കാറിൽ ഏകദേശം 718 കിലോമീറ്റർ സഞ്ചരിക്കാമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഉയർന്ന വിലയിൽ അതേ $50 അടിക്കുന്ന ഇന്ധനം കൊണ്ട് ആ കാറിന് കേവലം 536 കിലോമീറ്റർ മാത്രമേ ഓടാൻ കഴിയൂ. അതായത് നിങ്ങളുടെ കയ്യിലെ $50 മൂല്യത്തിൽ നിന്ന് 183 കിലോമീറ്ററോളം ദൂരം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഡ്രൈവിംഗ് ശേഷിയിൽ 25% വൻ ഇടിവാണ് ഒറ്റയടിക്കുണ്ടായിരിക്കുന്നത്. ഇനി ഈ വർദ്ധിച്ച എണ്ണവിലയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരിശോധിക്കാം. ഇന്ധനവിലയും ഭക്ഷണ സാധനങ്ങളുടെ വിലയും എപ്പോഴും ഒപ്പത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങളുടെ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് യന്ത്രങ്ങൾ, പച്ചക്കറികളും ധാന്യങ്ങളും വിപണിയിലെത്തിക്കുന്ന ട്രക്കുകൾ, ചരക്ക് കപ്പലുകൾ എന്നിവയിലെല്ലാം എണ്ണയും പ്രകൃതിവാതകവുമാണ് പ്രധാന ഇന്ധനം. സാമ്പത്തിക വിദഗ്ധനായ ഡേവിഡ് മക്വില്യംസ് പറയുന്നത് പോലെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തം ഗതാഗതമാണ്. ഒരു സാധനം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള ചെലവ് കൂടുമ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. പ്രത്യേകിച്ച് വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഭക്ഷണത്തിനും ഇന്ധനത്തിനുമായി മാറ്റിവെക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങളിൽ ഇത് പട്ടിണിക്കും കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും വഴിവെക്കുന്നു. അടുത്തത്, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ എണ്ണവില എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ഫുഡ് പാക്കേജിങ്ങുകൾ, മൊബൈൽ ഫോൺ കേസുകൾ, മെഡിക്കൽ സിറിഞ്ചുകൾ എന്നിവയെല്ലാം ക്രൂഡ് ഓയിൽ ഉപോൽപ്പന്നങ്ങളാണ്. വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ സിന്തറ്റിക് നൂലുകൾ, ലോഷനുകൾ, ലിപ്സ്റ്റിക്കുകൾ, പെട്രോളിയം ജെല്ലി, ഡിറ്റർജന്റുകൾ, പെയിന്റുകൾ എന്നിവയെല്ലാം എണ്ണ സംസ്കരണത്തിലൂടെ ഉണ്ടാക്കുന്നവയാണ്. എണ്ണവില കൂടുമ്പോൾ ഈ പറയുന്ന സകല സാമഗ്രികളുടെയും വില ഒരേ സമയം ഉയരുന്നു. ഏറ്റവും അവസാനമായി പറയാൻ പോകുന്നത്, ആഗോള സാമ്പത്തിക ഘടനയെ താങ്ങി നിർത്തുന്ന ട്രേഡ് റൂട്ടുകളെ ഈ ഉയർന്ന ഇന്ധനവില എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, ബാബൽ മണ്ടേബ്, ബ്ലാക്ക് സീ എന്നീ 3 പ്രധാന അന്താരാഷ്ട്ര കപ്പൽ ചാലുകളും സംഘർഷങ്ങൾ കാരണം ഇന്ന് ഒരേ സമയം ഭീഷണിയിലാണ്. ലോകത്തിലെ ആകെ എണ്ണ ഗതാഗതത്തിന്റെ കാൽഭാഗവും തടസ്സപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. തൽഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ തന്നെ തുടരുകയാണ്. സംഘർഷം നീണ്ടു നിന്നാൽ വില ബാരലിന് $120 വരെ കടന്നേക്കാം എന്ന് പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒന്നു മാത്രമാണ്: ഭൂമിശാസ്ത്രപരമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നടക്കുന്ന ഒരു യുദ്ധം നമ്മെ സംബന്ധിച്ച് വെറുമൊരു വാർത്തയല്ല. പെട്രോൾ പമ്പിലെ ഡിജിറ്റൽ മീറ്ററിന് മുന്നിൽ തെളിയുന്ന തുക മുതൽ നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന അരിയിലും പച്ചക്കറിയിലും വരെ ആ യുദ്ധത്തിന്റെ ഭാരം നിറഞ്ഞിരിക്കുന്നു.